പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 15 നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അഞ്ചാം ദിവസത്തിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കർത്താവിൻ്റെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു. കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ. ഈ പ്രഭാതി നമ്മളെ ഉണർത്തിയത് കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം പറഞ്ഞാട്ടെ. അതേ കർത്താവെ, അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത എല്ലാ നന്മകൾക്കുമായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട്, കർത്താവ് നടത്തിയ വിധങ്ങൾ, കർത്താവ് സൂക്ഷിച്ച വിധങ്ങൾ, കർത്താവ് സംരക്ഷിച്ച വിധങ്ങൾ എല്ലാം ഓർത്തിട്ട് കർത്താവിനെ കൊണ്ട് മഹത്വം കൊടുത്തേ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഓരോ ദിവസങ്ങളിലും നമ്മളെ കരുതുന്ന വിധങ്ങൾക്കായിട്ട് ഈ പ്രാർത്ഥനയുടെ ഉപവാസങ്ങളുടെ കഴിഞ്ഞ 4 ദിവസങ്ങൾ കർത്താവ് നമ്മളെ സംരക്ഷിച്ചു. പ്രാർത്ഥിക്കുവാൻ കൃപ തന്നു, ഉപവസിക്കുവാൻ കൃപ തന്നു, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ കർത്താവ് കൃപ തന്നു. അതൊക്കെ ഓർക്കുമ്പോൾ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. മിണ്ടാതിരിക്കല്ലേ കേട്ടോ, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് ചെയ്തതൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചു, ഇത്രത്തോളം കർത്താവ് നമ്മളെ നടത്തി. പ്രിയപ്പെട്ടവരെ, നാം നടന്നതല്ല, ദൈവം നമ്മളെ നടത്തിയതാ. നാം നിന്നതല്ല, കർത്താവ് നമ്മളെ നിർത്തിയതാ. നാം എത്തിയതല്ല, കർത്താവ് നമ്മളെ എത്തിച്ചതാ. ഈ ഡിസംബർ മാസം 15 നമുക്ക് പറയാൻ കഴിയണം, ഈ 11.5 മാസം കർത്താവെ അങ്ങ് ഞങ്ങളെ നടത്തി. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ എത്തിയതെന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളത്തിൽ ഒരു ബോധം വരുവാൻ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. എന്നിട്ട് അങ്ങോട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. 92 സങ്കീർത്തനങ്ങൾ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ അങ്ങയുടെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ അങ്ങയുടെ ദയയും രാത്രി തോറും അങ്ങയുടെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ, അങ്ങയുടെ പ്രവൃത്തി കൊണ്ട് അങ്ങനെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കുന്നു. അതെ, കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ച് ഉല്ലസിക്കുവാൻ കർത്താവ് നമ്മളെ ആമേൻ ഈ ഭൂമിയിൽ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ആത്മാർത്ഥമായിട്ട് ഹൃദയങ്ങളെ തുറന്ന് ആമേൻ കർത്താവ് ചെയ്ത നന്മകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങളുടെ സ്വർഗീയ അപ്പാ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപകൾക്കായി ഒരിക്കലൂടെ സ്തോത്രം. ആമേൻ. പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി വീണ്ടും സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായി അങ്ങേക്ക് ആരാധന, സ്തുതി, മഹത്വം കർത്താവേ. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യും. അപ്പാ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സന്ദർശിക്കണമേ. ഹല്ലേലൂയ. അവർ ഈ സന്ദേശം കേൾക്കുമ്പോൾ അപ്പാ, അങ്ങ് അവരോട് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ കരം അവരുടെ മേൽ വെക്കണമേ. അങ്ങ് അവരെ ചേർത്ത് പിടിക്കണമേ. അങ്ങ് അവരെ ആശ്വസിപ്പിക്കണമേ. അങ്ങ് അവരെ സമാധാനിപ്പിക്കണമേ. അങ്ങ് അവരെ ബലപ്പെടുത്തണമേ. കർത്താവെ, ആ കണ്ണുനീരൊപ്പുന്ന കരം നീട്ടി നിന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ ഒപ്പിക്കൊടുക്കണമേ. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, വലിയ സമാധാനം, വലിയ ആശ്വാസം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ, ഈ പ്രഭാതം ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുക. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് മറ്റുള്ളവരെ നോക്കി പറയത്തക്കവണ്ണം ദൈവത്തിൻ്റെ ഫേവർ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ പ്രകാശിച്ചു വരുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ ഫേവർ കർത്താവെ, അങ്ങയുടെ മുഖം ഈ ജനത്തെ നോക്കി പ്രകാശിപ്പിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഈ പ്രഭാത രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഗ്യാസ്ട്രിക് പ്രോബ്ലത്താൽ അതിവേദനയാൽ കഴിയുന്നവർ, വയറിനകത്തും ആമേൻ ശരീരത്തിൻ്റെ അവിടെ ഇവിടെയെല്ലാം ഗ്യാസ്ട്രിക് പ്രോബ്ലം കാരണം വേദനയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലഭിക്കട്ടെ. ആരോഗ്യം അങ്ങ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നതിനായി, വിടുതലങ്ങ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അതുപോലെ എല്ലാ രോഗത്തിനും അങ്ങ് വൈദ്യന, ഏത് രോഗമായിക്കോട്ടെ ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. ജോലിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ അവിടെ സ്വസ്ഥത അനുഭവിക്കട്ടെ. കർത്താവേ, പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ പ്രത്യേകം അങ്ങ് കൺസിഡർ ചെയ്യണം. അവരെ ബലപ്പെടുത്തണം, അവരെ ശക്തീകരിക്കണം. ആരോഗ്യമായ ശക്തിയൊക്കെ കൊടുത്ത് കർത്താവ് നിർത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഇന്ന് വൈകിട്ടത്തെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങ് ആരാധിക്കുമ്പോൾ അങ്ങയുടെ
സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കർത്താവെ, സൂമിലാണെങ്കിലും ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് പകർന്നു തരുന്നതിനായി സ്തോത്രം. കർത്താവെ, ആ വലിയ നിറവ് ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. അങ്ങനെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 5-ാം നാളിൽ ഇന്ന് വായിക്കേണ്ട വേദഭാഗം മത്തായിയുടെ സുവിശേഷം 21 മുതൽ 25 വരെയും, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം, 1 കൊരിന്ത്യർ ലേഖനം 7 മുതൽ 7-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളും, വെളിപ്പാടിൻ്റെ പുസ്തകം 5-ാം അധ്യായവും. അതുകൊണ്ട് നിശ്ചയമായിട്ടും എല്ലാവരും വായിക്കണം കേട്ടോ. ഇന്നലെ വായിക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഭാഗം കൂടെ ചേർത്ത് ഇന്ന് വായിക്കണം. ഉദാസീനമായിട്ടിരിക്കരുത്, ഉപേക്ഷയായി വിചാരിക്കരുത്, പിന്നീട് വായിക്കാമെന്ന് വിചാരിച്ചിരിക്കരുത്. അതാത് ദിവസങ്ങളിലെ പോർഷനുകൾ അതാത് ദിവസങ്ങളിൽ തന്നെ വായിക്കുക. കഴിവുള്ളിടത്തോളം എല്ലാവരും മീറ്റിങ്ങിൽ പങ്കെടുക്കുക. കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മളെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അവൻ ഓരോ ദിവസം ചെല്ലുന്തോറും കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പെരുകി വന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന വചനത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് കേൾക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 50, ജെറമ്യ ചാപ്റ്റർ 50 വേഴ്സ് 34, വാക്യം 34. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാൻ, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അപ്പം ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുന്നു, നമ്മളെ വീണ്ടെടുത്തവൻ ശക്തിമാന്. അവൻ്റെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്ന ആ ഒരു ബോധം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വേണം. എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തവൻ. നമുക്കറിയാം, വീണ്ടെടുപ്പെന്ന് പറയുമ്പോൾ ഈ നമ്മളെ വില കൊടുത്തു മേടിക്കുക. ഉദാഹരണത്തിന് ഈ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള പദം ശക്തമായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ആമേൻ, മോവാബിൽ നിന്ന് മോവാബ്യ സ്ത്രീയായ രൂത്ത് തൻ്റെ അമ്മാവിയമ്മയായ നവോമിയോടുകൂടെ നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രഖ്യാപനത്തോടുകൂടെ നവോമിയുടെ ആമേൻ ബേത്ലഹേമിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ തന്നെ വീണ്ടെടുക്കുവാൻ ഒരു ബോവാസ് ഉണ്ടായി. നമുക്ക് കഥ അറിയാവുന്നതുകൊണ്ട് കഥ വിശദീകരിക്കുന്നില്ല. അപ്പം ആ ബോവാസിനെ കാണിക്കുന്നത് എന്തുവാ? ആ നവോമിയെ വീണ്ടെടുക്കുക ബോവാസ്. അപ്പം ആ ബോവാസ് ഇവിടെ പറയുന്നൊരു വാക്കുണ്ട്. രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം അധ്യായത്തിൽ പറയുന്നത്: ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നീ ഉത്തമ സ്ത്രീ എന്ന് എൻ്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇനി 12-ാമത്തെ വാക്യം: ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ. അപ്പം ബോവാസാര അവളുടെ വീണ്ടെടുപ്പുകാരന്. അപ്പം വീണ്ടെടുക്കണമെങ്കിൽ അതിൻ്റേതായ യോഗ്യത ഉണ്ടായിരിക്കുന്ന ആളാണ്. യേശു ക്രിസ്തുവാണ് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തത്. ഈ പ്രഭാതത്തിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മളോട് പറയുന്നൊരു പദമുണ്ട്: മോനെ, മോളെ, ആകയാൽ നീ ഭയപ്പെടേണ്ട, ഞാനാ നിന്നെ വീണ്ടെടുത്തത്. നിന്റെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റി തരുവാൻ ഞാൻ ഇന്നും ജീവിക്കുന്നു. ആമേൻ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഉറക്കെ പറ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിക്കുന്നു. ഉറക്കെ ഒന്നുകൂടെ പറഞ്ഞേ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിക്കുന്നു. അപ്പം എന്നെ വീണ്ടെടുത്തവൻ ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ആമേൻ, മോവാബ്യ സ്ത്രീയായ രൂത്ത് ബോവസിൻ്റെ കാൽപാദത്തിൽ പോയി കിടന്നപ്പോൾ അവൾക്ക് വീണ്ടെടുപ്പ് ലഭിച്ചു. ആമേൻ. അവൾക്ക് ആവശ്യമുള്ളതൊക്കെയും ചെയ്തു കൊടുത്തു. അവളെ ആ കുടുംബക്കാരിയാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവവേദലേ, എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തത് ആമേൻ ഒരു മനുഷ്യനല്ല. എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തത് സർവശക്തനായ ദൈവം തന്നെയാണ്. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ സദാ നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്നു. അവൻ നമ്മളെ സഹായിക്കുവാൻ സദാ നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ പാദപീഠത്തിൽ വീണ ആരെയും അവൻ കൈവിട്ടില്ല. യായിറോസ് അവൻ്റെ പാദപീഠത്തിൽ ചെന്ന് കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ അവൻ്റെ കുഞ്ഞിനെ സൗഖ്യം കൊടുത്തു. നമുക്കറിയാം, ആ കനാന്യ സ്ത്രീ അവൻ്റെ കാൽക്കൽ വീണ് അവനെ ആരാധിച്ചപ്പോൾ അവർക്ക് വിടുതൽ കൊടുത്തെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ കേട്ടാട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വീണ്ടെടുത്തവൻ ഇന്നും ജീവിക്കുന്നു. അവൻ നമ്മളെ വീണ്ടെടുത്തത് പൊന്നെ വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ കുഞ്ഞാടിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തത്. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വിലയെന്ന് പറയുന്നത് ആമേൻ പൊന്നും വെള്ളിയും അഴിഞ്ഞു പോകുന്ന വസ്തുക്കളൊന്നുമല്ല. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വിലയെന്ന് പറയുന്നത്
ചിന്തിക്കുന്നത് വിലയേറിയ കുഞ്ഞാടിൻ്റെ രക്തമാണ്. അപ്പം ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ഇന്ന് ആ വീണ്ടെടുപ്പുകാരൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ മുന്നേറാൻ കഴിയും. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നിടത്തോളം കാലം എനിക്കൊന്നിനും കുറവ് വരുവാൻ എൻ്റെ വീണ്ടെടുപ്പുകാരൻ സമ്മതിക്കത്തില്ല. എൻ്റെ ആവശ്യങ്ങൾ എന്ത് തന്നെ ആയാലും അതിൻ്റെ മേൽ മറുപടി തരിക തന്നെ ചെയ്യും. രൂത്തിന്റെ പുസ്തകം 3:11 ആമേൻ ബോവാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഇന്ന് പ്രഭാതത്തിൽ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് മേടിച്ചു തരും. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ ധൈര്യമായിട്ടിരുന്നാട്ടെ. നിങ്ങളുടെ പ്രശ്നം എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ഭാരം എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ വേദന എന്തുമായിക്കോട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം എന്തുമായിക്കോട്ടെ, ഉറക്കെ വിളിച്ച് പറ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എൻ്റെ വീണ്ടെടുപ്പുകാരൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നത് കൊണ്ട്, ആ വീണ്ടെടുപ്പുകാരൻ ഇന്നും സർവശക്തനായതുകൊണ്ട്, അവൻ ഇന്നലെയും ഇന്നും എന്നും അനന്യനായതുകൊണ്ട്, അവൻ മാറാത്തവനായതുകൊണ്ട്, അവൻ അവൻ അത്ഭുത മന്ത്രിയായതുകൊണ്ട്, അവൻ വീരനാം ദൈവമായതുകൊണ്ട്, അവൻ നിത്യപിതാവായതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നാട്ടെ. എന്തിനാ ഭാരപ്പെട്ടിരിക്കുന്നത്? എന്തിനാ നിരാശപ്പെട്ടിരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ 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 മുഖമൊക്കെ വാടിയിരിക്കുന്നത്? ഉറക്കെ വിളിച്ച് പറ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ? യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞതാണോ? ഉറക്കെ വിളിച്ച് പറഞ്ഞാട്ടെ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവൻ, യായിറോസിന്റെ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ. അവൻ തൻ്റെ വാക്കിനാൽ സകലത്തെയും നിയന്ത്രിക്കുന്നവൻ. ഹല്ലേലൂയ. തത്വത്തിന്റെ മുദ്രയും തേജസ്സിന്റെ പ്രഭയും താൻ മുഖാന്തരം സകലത്തെയും ഉളവാക്കിയവനുമായ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഇന്നും ജീവിക്കുന്നു. അവൻ ജീവിക്കുകയാൽ അവൻ എൻ്റെ എല്ലാ ആവശ്യങ്ങളും അവൻ ഇടപെടുക തന്നെ ചെയ്യും. എൻ്റെ ഏത് ആവശ്യത്തിലും അവൻ ഇടപെടുക തന്നെ ചെയ്യും. എൻ്റെ കാര്യങ്ങൾക്ക് അവൻ തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും. ആ ഒരു ബോധ്യവും ആ ഒരു ഉറപ്പും ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലിനും ഉണ്ടാകണം കേട്ടോ. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല, തളർന്നു പോകേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അവൻ ഭാരപ്പെട്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി കരുതുന്നു, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി ഇടപെടുന്നു. സഹോദര സഹോദരി, മാതാവേ പിതാവേ, ഇന്ന് പകൽക്കാലം എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ഭാരം, എന്തുമായിക്കോട്ടെ നിങ്ങളുടെ വിഷയം, ഡോൺ വറി. അവൻ ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. അവൻ്റെ പാദപീഠത്തിലേക്കൊന്ന് വെച്ചു കൊടുത്ത്, അവൻ്റെ കൈകളിലേക്കൊന്ന് വെച്ചു കൊടുത്ത്, നിശ്ചയമായിട്ടും അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമായാലും, കുടുംബത്തിലെ പ്രശ്നമായാലും, ജോലിയിലെ പ്രശ്നമായാലും, എന്തു തന്നെയായാലും, ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിന് 5-ാം നാളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ സർവശക്തനായ യേശുവ. അതുകൊണ്ട് ധൈര്യമായിട്ട് അവൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അത്ഭുതങ്ങളെ കാണുവാൻ കർത്താവ് കഴിയും. രൂത്തിന്റെ ജീവനെ വീണ്ടെടുത്തത് ആമേൻ ബോവാസിനെ കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിട്ടാണ്. ആമേൻ രൂത്തിനെ കാണിക്കുന്നത് ദൈവത്തിൻ്റെ സഭയായിട്ടാണ്. കാരണം രൂത്ത് ജാതീയ സ്ത്രീയായിരുന്നു. ആമേൻ പൗരത്വത്തോട് യോഗ്യതയില്ലാത്തവളായിരുന്നു. എന്നാൽ ജാതീയ സ്ത്രീയായവൾ തൻ്റെ വാക്കുകൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഹല്ലേലൂയ ആമേൻ നവോമിയോട് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അവളുടെ കൂടെ വന്നപ്പോൾ അവളെ വീണ്ടെടുപ്പുകാൻ ആമേൻ ഒരു ബോവാസ് ഉണ്ടായിരുന്നെങ്കിൽ, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വന്ന ദൈവവൈതലെ അവൻ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. അവൻ നമ്മളെ സ്വർഗീയ കുടുംബക്കാരാക്കി മാറ്റിയിരിക്കുക, സ്വർഗീയ ഭവനക്കാരാക്കി മാറ്റിയിരിക്കുക. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ മക്കളായി മാറിയിരിക്കുക. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. ഏത് വിഷയത്തിനും പരിഹാരം തരുവാൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ സദാ ജീവിക്കുന്നു, സദാ പക്ഷപാതം ചെയ്യുന്നു, സദാ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ധൈര്യമായിട്ട് മുന്നേറിയാട്ടെ കേട്ടോ. വി ആർ ഷൈനിങ്, വി ആർ ഷൈനിങ്, വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.